കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ചു. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് കൂത്തുപറമ്പ് പുറക്കളം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത്. സംഘം ഈ മാസം 14-ന് കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. പ്രക്കൂഴം മുതലാണ് വിളക്കുതിരി സംഘം വ്രതം ആരംഭിച്ചത്. തിങ്കളാഴ്ചയാണ് ഇവർ കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജൻ, കതിരൻ ഭാസ്കരൻ, തൊണ്ടൻ രാഘവൻ, ചിങ്ങൻ പ്രകാശൻ, കറുത്ത പ്രദീപൻ, കതിരൻ രതീഷ് എന്നിവരാണ് സംഘത്തിലുള്ളത്. വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ വിളക്കുതിരി, കിള്ളിശീല, ഉത്തരീയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നെയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം. മഠത്തിൽ പ്രവേശിച്ചത് മുതൽ സ്വയം പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ചർക്കയിൽ നിന്നും നൂൽ നൂറ്റ് ഉൽപ്പന്നങ്ങൾ നെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മഠത്തിൽ കയറിയത് രേവതി നക്ഷത്രത്തിലാണ് മഠത്തിൽ കയറിയത്. അത് ഇന്നലെ മെയ് 6-ാം തീയതി രാവിലെ ഇവിടെ വന്ന് കുളിച്ച് എന്നിട്ട് ശുദ്ധിയായി ഇവിടെ വന്ന് കലശം കുളിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം വെക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ നൂല് അടിയന്തരത്തിന് വേണ്ട നൂല് രാത്രി പുഴുങ്ങി അത് ഉണക്കാനിട്ട് ഇനിയിപ്പോൾ അത് കിട്ടി ഇനിയിപ്പോൾ നല്ലിയിട്ട് അതുപോലെ തന്നെ പാവാക്കിയിട്ട് നാളെ മുതൽ നമ്മൾ നെയ്യാൻ തുടങ്ങും. കൊണ്ടുവന്നത് കുളക്കുതിരി, അതുപോലെ തന്നെ ഉത്തരീയം, അതുപോലെ തന്നെ നടക്ക് വേണ്ടുന്ന സാധനങ്ങൾ, നടയടക്കേണ്ടത്, അതുപോലെ കൂത്ത്, അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ ഉത്സവത്തിന് വേണ്ടുന്ന എന്തെല്ലാമാണ്. ഇത്ര നീളം ഇത്ര വീതി എന്നുള്ള കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. കാലാകാലമായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ 16-ാം തീയതി 14-ാം തീയതി രാത്രി ഒരു പൂയ നക്ഷത്രത്തിൽ രാത്രി 10 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. ഭക്ഷണം അവിടെ എത്തുക 16-ാം തീയതി രാവിലെ അവിടെ എത്തും. അവിടെ നീരെഴുന്നേൽത്തായിരുന്നു രാവിലെ അവിടെ എത്തും. നീരെഴുന്നേൽ പോകുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്തിച്ചേരണം. അതാണ് സാധാരണ രീതിയിൽ കണക്ക്. അടിയന്തരം പിറ്റേന്ന് രാവിലെ അന്നാടി എത്തിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് അടിയന്തര യോഗം വിളിച്ച് അതിന് നമ്മൾ വിളിക്കുകയും നമ്മൾ വിളിച്ച് അവിടെ ഏൽപ്പിച്ചു. സംഘം ഈ മാസം 14-ന് രാത്രി പൂയം നാളിൽ ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടും. 16-ന് രാവിലെ സംഘം കൊട്ടിയൂരിലെത്തും. പൂരം നാളിൽ അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേർന്ന് സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ഏറ്റുവാങ്ങും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.